ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കരുതുന്നു കേട്ടോ. ഞാൻ ഇന്ന് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയാനായിട്ടാണ് വന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന റീൽസിൻ്റെയും ഫോട്ടോസിൻ്റെയും അടിയിലായിട്ട് കുറച്ച് പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ഇതെന്താ സംഭവം, ഇതുകൊണ്ട് നമുക്ക് പൈസ കിട്ടുമോ, ഇതെന്താണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ കുറച്ച് പേർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ടാവും അല്ലേ. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പം ഞാൻ 3 മാസം കഷ്ടിയായിട്ടുള്ളൂ ഈ പുതിയ FB സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിൽ 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സ്റ്റാറൊക്കെ ഓപ്പൺ ആയി. അതിനുശേഷമാണ് എനിക്ക് ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഓപ്പൺ ആയിട്ടുള്ളത് കേട്ടോ. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമുക്ക് ഓപ്പൺ ആക്കാനായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ടിവേറ്റ് ആക്കാനായിട്ട് അതിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അതിൽ തന്നെ തരും. അപ്പോൾ അതെല്ലാം ഓക്കെ കൊടുക്കുക. പിന്നെ ഒരു OTP വരും, അത് നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പം എല്ലാം സെറ്റാവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അതെല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരും. നമ്മുടെ റീൽസിൽ അതെങ്ങനെ നമ്മൾ ആഡ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റുകളിൽ നമ്മൾ അതെങ്ങനെ ആഡ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ആരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ റീല് സെലക്ട് ചെയ്യാണ് കേട്ടോ. ഞാൻ റീലാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പപ്പിയുടെ റീലാണ് ഞാനിപ്പോൾ ചെയ്യണത്. അപ്പോൾ പപ്പിയുടെ റീല് സെലക്ട് ചെയ്തു. ആഡ് മ്യൂസിക് ഓഡിയോ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഞാനിപ്പോൾ കൊടുക്കണില്ല. അത് കേട്ടതേ നെക്സ്റ്റ് കണ്ടോ, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് അതിൽ ആഡ് പ്രൊഡക്റ്റ് കണ്ടോ, ആഡ് പ്രൊഡക്റ്റ്. അപ്പോൾ ആഡ് പ്രൊഡക്റ്റിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ സീ ഓൾ പ്രൊഡക്ട്സ് എന്ന് വരും. അപ്പോൾ എനിക്ക് ഫ്ലിപ്കാർട്ടിൻ്റെയും മിന്ത്രയുടെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പപ്പിയുടെ വീഡിയോ ഇടുന്ന കാരണം പപ്പിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കാതിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് പപ്പി ഫുഡ് എന്ന് അടിച്ചു കൊടുക്കാം. ഇതേ പപ്പി ഫുഡ് എന്ന് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഇവിടെ സെർച്ച് കൊടുത്തു. സെർച്ച് കൊടുത്തപ്പോൾ നമുക്ക് ഒരുപാട് പപ്പികളുടെ ഫുഡ് വന്നിട്ടുണ്ട് കണ്ടോ. ഇതിൽ കണ്ടോ 4% കമ്മീഷൻ, 3% കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കമ്മീഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഡോക്ടർ പെറ്റ്സിൻ്റെ ഇത് നല്ലൊരു കോംബോ ഓഫറാന്ന് തോന്നുന്നു കണ്ടോ, സ്പെഷ്യൽ കോംബോ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഡിസ്ക്രിപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് സീമോർ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിലൊക്കെ വായിക്കാവുന്നതാണ് കേട്ടോ. ഈ കോപ്പി ലിങ്ക്, നമുക്ക് ലിങ്കിന് കോപ്പി ചെയ്യണം. അടുത്തത് അവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. ഈ ലിങ്ക് കോപ്പീഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണം. ബാക്ക് അടിക്കുക, വീണ്ടും ബാക്ക് അടിക്കുക, ഒരു പ്രാവശ്യം കൊണ്ട് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. സീ ഓൾ പ്രൊഡക്ട്സ്. അതിൻ്റെ അടിയിൽ കണ്ടോ കസ്റ്റം ലിങ്ക്. ആ കസ്റ്റം ലിങ്ക്, ക്രിയേറ്റ് കസ്റ്റം ലിങ്ക് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് നമ്മളുടെ ആ ലിങ്കിനെ നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതാ ലിങ്ക് കയറിയിട്ടോ. ഇനി നമുക്ക് ലിങ്കിന് നെയിം കൊടുക്കാം. പപ്പി ഫുഡ് തന്നെ അടിച്ചു കൊടുക്കാം. പപ്പി ഫുഡ് എന്ന് അടിച്ചു കൊടുത്തു. അവിടെ സേവ് വന്നു കേട്ടോ. മുകളിൽ സേവ് കാണുന്നുണ്ട്, റൈറ്റ് സൈഡിൽ സേവിന് അടിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് ആഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സേവും കൂടി കൊടുക്കണം, ഒരു സേവും കൂടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴയ സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചെത്തി. ഇനി നമുക്ക് ഇഷ്ടമുള്ള ക്യാപ്ഷനും കൊടുക്കാം. അപ്പോൾ എന്തായാലും പ്രൊഡക്റ്റ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ആഡ് പ്രൊഡക്റ്റിൻ്റെ അവിടെ നോക്കൂ, പപ്പി ഫുഡ് എന്ന് കാണിക്കുന്നത് കണ്ടോ. ആഡ് പ്രൊഡക്റ്റിൻ്റെ അടിയിൽ നമ്മളിതേ പപ്പി ഫുഡ് കാണിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഇനി നമ്മൾ ഷെയർ നൗ കൊടുക്കുക, അത്രേ ഉള്ളൂ. നമ്മുടെ റീലിൽ ആ പ്രൊഡക്റ്റ് കാണിക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതണം കേട്ടോ. അപ്പോൾ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ അടിക്കണം. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കണ്ട. കുറേ പേര് ഇത് അറിയാത്തതുണ്ട്. അറിയാത്ത ഒരുപാട് പേർക്ക് ഇത് നല്ലൊരു ഉപകാരമാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുവരെ ബൈ ബൈ.